അച്ഛാ അച്ഛാ, എന്ന് ഈ ഇല തന്നെയല്ലോ അച്ഛാ നമ്മള് തിന്നുന്നത്. എനിക്ക് നല്ല ഏതെങ്കിലും വേറൊരു ഇല ഒന്ന് കൊണ്ട് തരാൻ നോക്കച്ചാ. കാട്ട ഉണ്ട് അച്ഛാ. തിന്നാനായിട്ട് ഈ ഇലയെങ്കിലും ഉള്ളത് ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവന് വേറെ ഇല കടിച്ചു വെച്ചായിരുന്നു. ഞാൻ കേട്ടല്ലേ, മര്യാദക്ക് തിന്നിട്ട് എനിക്ക് വീട്ടിൽ പോകുന്ന നോക്കടാ ഇറക്കാം അങ്ങോട്ട്. എന്റെ പൊന്നാണല്ലേ എണ്ണ, ഞാൻ ഇച്ചിരി ഒന്ന് മുറ്റത്തേക്ക് ഒന്നിറങ്ങി ഒന്ന് കളിച്ചോട്ടുണ്ടായി. എന്തൊരു സ്വഭാവമാന്ന് നോക്കിയാണ് എന്നെ അങ്ങനെ വീട്ടിലങ്ങ് അടച്ചു വെച്ചങ്ങ് വളർത്തുവാ. ഈ മൂക്കും കൊണ്ടിപ്പം പണ്ടത്തെ പോലെ മണം ഒന്നും പിടിക്കാൻ പറ്റുന്നില്ലല്ലേ ദൈവമേ. എന്റെ പൊന്നു ചെറുക്കാ, നീ എത്ര കുളിച്ചാലും നിന്റെ ദേഹത്തെ അഴുക്കൊക്കെ പോവാത്ത എന്താടാ എന്ന് ഞാനിങ്ങനെ ഇതിന് നക്കിത്തരണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തൊരു കഷ്ടപ്പെട്ട പരിപാടിയാന്ന് നിനക്കറിയാവോ ഇത്? അതിന് എനിക്കിങ്ങനെ നക്കിത്തരാൻ ഞാൻ നിന്റെ കൂടെ പറഞ്ഞില്ലേ, നീ എന്നാ പോ. മിണ്ടാതെ അവിടെ കിടന്നോ നീ. എന്റെ പോവാൻ നോക്കുന്നേ. കാലിലൊക്കെ അഴിച്ചിരിക്കുന്നെന്ന്. എന്റെ കാലിൽ നക്കി തരണ, നീ എന്നാ പോയാണ് അവിടെ ചുമ്മാ ശല്യപ്പെടുത്തായിരുന്നുണ്ട്. അങ്ങ് മിണ്ടാ അവിടെ കടയുടെ ഇറക്കാൻ നീ. നടക്കാനാന്നും പറഞ്ഞുകൊണ്ട് നട്ടുച്ചയ്ക്ക് വീട്ടിൽ വെറുതെ